മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാൻ ഇറങ്ങിയിട്ട് പൊട്ടിത്തകർന്നൊരവസ്ഥയിലേക്കാണ് മഹാവികാസ് അഘാടി സഖ്യം വീണത്. തൊട്ടുമുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഇന്ത്യ ബ്ലോക്കിലെ മഹാവികാസ് അഘാടിയിൽ നിന്നും ഉണ്ടായത്. ഇതോടെയാണ് തൊട്ടു പിന്നാലെ എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം അഘാടി സഖ്യം സ്വപ്നം കണ്ടത്. എന്നാൽ ഫലം വന്നപ്പോൾ പതിവ് പോലെ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം തന്നെ വലിയ വിജയമാണ് ഇവിടെ നേടിയത്. ഇതോടെ മഹാവികാസ് അഘാടി സഖ്യത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടമാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ മഹാവികാസ് അഘാടിയിലെ ഉദ്ധവ് താക്കറെ പ്രതിപക്ഷ നേതൃപദവി അവകാശപ്പെടുകയും ഏറ്റെടുക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് NCP പാർട്ടികളെ കടത്തിവെട്ടിയാണ് ഉദ്ധവ് പക്ഷം പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് വരുന്നത്. മുതിർന്ന MLA ഭാസ്കർ ജാദവിനെ ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തുവെന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ അറിയിച്ചു കഴിഞ്ഞു. ഇക്കാര്യം ഉന്നയിച്ച് സ്പീക്കർ രാഹുൽ നർവേക്കറിന് ശിവസേന ഔദ്യോഗികമായി അപേക്ഷ നൽകി കഴിഞ്ഞു. ബജറ്റ് സമ്മേളനം കഴിയുന്നതിന് മുൻപായി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഉദ്ധവ് പറഞ്ഞത്. രത്നഗിരിയിലെ ഗുഹാക്കറിൽ നിന്നുള്ള സാമാജികനാണ് ഭാസ്കർ ജാദവ്. 1990 മുതൽ ശിവസേനയുടെ ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹം ഇടക്കാലത്ത് അവിഭക്ത NCPയുടെയും ഭാഗമായിരുന്നു. പിന്നീട് 2019 വീണ്ടും ശിവസേനയിലേക്ക് ചേർന്നത്. ആ നേതാവിന് പ്രതിപക്ഷ നേതൃപദവി നൽകിയാണ് ഉദ്ധവ് താക്കറെയും കോൺഗ്രസിനെയും NCPയെയും ഒക്കെ മറികടന്നത്. അതേസമയം നിയമസഭാ പ്രതിപക്ഷ നേതാവ് പദവി മഹാവികാസ് അഘാടിയിലെ 3 പ്രധാന പാർട്ടികൾക്കിടയിൽ കൃത്യമായ ഇടവേളകളിൽ വച്ചു കൈമാറുമെന്ന് കഴിഞ്ഞ ദിവസം NCP തന്നെ ആവശ്യപ്പെട്ടതാണ്. അത്തരമൊരു കൈമാറ്റം ഉണ്ടാകില്ലെന്ന് ഉദ്ധവ് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. മഹാവികാസ് അഘാടിയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 20 MLA-മാരുണ്ട്. കോൺഗ്രസിന് 16ഉം NCP ശരത് വിഭാഗത്തിന് 10 MLA-മാരാണുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉദ്ധവ് താക്കറേക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കേണ്ടത്. കൂടുതൽ MLA-മാരുള്ള തങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്ന് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെട്ടത് തെറ്റില്ല. ആകെ നിയമസഭാ സാമാജികരുടെ 10% MLA-മാരുള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതാവിനെ നിയമിക്കാൻ സാധിക്കുക. 288 അംഗ നിയമസഭയിൽ 28 MLA-മാരെങ്കിലും വേണമെന്നത് ചുരുക്കം. ആ സാഹചര്യത്തിൽ നേരത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ പ്രതിപക്ഷ നേതൃപദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏത് വിധേനയും MLA-മാരുടെ എണ്ണം ടാലിയാക്കാമെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം മഹാവികാസ് അഘാടിക്ക് നൽകണമെന്നുമാണ് നേതാക്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഫട്നാവിസ് പ്രതികരിച്ചിട്ടില്ല. BJPക്ക് അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് വരണമെന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഇല്ലാതിരിക്കുന്നതാണ് ഏറെ നല്ലതെന്ന തിരിച്ചറിവും അവർക്കുണ്ട്.